എന്നാണ് ഇന്നത്തെ ഡേ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും AB നേരത്തെ പഠിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുന്നവരോ പഠിച്ചിട്ടുള്ളവരോ ഉണ്ടോ നമ്മുടെ ഈ ഇത്രയും ആളുകളിൽ? ഇല്ല മാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മുതൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി നമുക്ക് പറഞ്ഞു പോവാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ അതും നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ AB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറപ്പി, അതാണ് AB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വരുന്നത്. അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറപ്പി. അപ്പൊ ഇത് നേരത്തെ മുതലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പാരന്റ്സ് ഒക്കെ തന്നെ സാധാരണയായിട്ട് ഈ തെറപ്പി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്കത് അറിയില്ല ഇതൊരു തെറപ്പിയാണെന്ന്. നമ്മൾ സാധാരണ കുട്ടികളോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പക്ഷെ അതൊക്കെ ചില കാര്യങ്ങൾ, അതിലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു തെറപ്പിയുടെ അണ്ടറിലായിരിക്കും വരാം. അതിപ്പോ നമ്മളിങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ AB എന്ന് പറഞ്ഞ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറപ്പി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ABA തെറപ്പി. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുട്ടിയുടെ ബിഹേവിയർ ആണ്. അപ്പൊ പൊതുവെ നമ്മൾ ഈ ABA കൊടുക്കുക കുട്ടികൾക്കാണ്. ഓക്കെ, അഡൾട്ട്സിനെക്കാളും അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിലുള്ള കുട്ടികളെക്കാളും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ്, ആ ഒരു ചെറിയ കുട്ടികളില്ലേ അവർക്കാണ് നമ്മൾ കൂടുതലും ഈ ABA തെറപ്പി കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ കുട്ടിയുടെ ബിഹേവിയറിനായിരിക്കും. ഓക്കെ, ബിഹേവിയറിന്, കാരണം ബിഹേവിയറിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതല്ലേ. കുട്ടികൾക്കാകുമ്പോഴേക്കും ചിലവർക്ക് ചില ഡിസോർഡേഴ്സ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലർക്ക് അതല്ലാതെയുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ABA തെറപ്പി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു കുട്ടിയുടെ അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനും അതുപോലെ ഈ ബിഹേവിയറിനെ എങ്ങനെയാണ് അവരുടെ ഒരു എൻവയൺമെന്റ് ബിഹേവിയറിനെ ബാധിക്കുക. ഓക്കെ, ഈ കാര്യമാണ് ABA തെറപ്പി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് കുട്ടികളുടെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ സോഷ്യൽ സ്കിൽ, മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി, ബാക്കിയുള്ളവരോടുള്ള ഒരു ഇന്ററാക്ഷൻ, ഈ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ, ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാൻ. ഇപ്പൊ ചിലർക്ക് കുറച്ച് നെഗറ്റീവ് ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോ സെൽഫ് ഹാമിങ്ങോ അതുപോലത്തെ ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആക്കാൻ വേണ്ടി മോട്ടോർ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലാർജർ മസിൽസും ചെറിയ മസിൽസ് ഒക്കെ ഇല്ലേ. അപ്പൊ ഈ മസിൽസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇതിനെ മോട്ടോർ സ്കിൽ എന്ന് പറയാം. അതില് ഈ മോട്ടോർ സ്കിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. ഫൈൻ മോട്ടോർ സ്കില്ലും ഉണ്ട്, ഗ്രോസ് മോട്ടോർ സ്കില്ലും ഉണ്ട്. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മസിൽസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോ എഴുതുമ്പോൾ നമ്മൾ ഫിംഗേഴ്സ് ആ യൂസ് ചെയ്യുക അല്ലെ. നമ്മൾ പെൻ ഉപയോഗിച്ചില്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ക്ലാപ്പ് ചെയ്യാണ്, അതൊക്കെ നമുക്ക് ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ അണ്ടറിൽ കൊടുക്കാം. ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടുക, ചാടുക, ലാർജർ മസിൽസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളിലുള്ള ഒരു ഡെവലപ്മെന്റിനും ABA തെറപ്പി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ടത് ABA ഫോക്കസ് ചെയ്യുന്നത് എൻവയൺമെന്റ്, ചുറ്റുള്ള എൻവയൺമെന്റ് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് ABA തെറപ്പി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡോക്ടർ ഒലെ ഇവാർലോവാസ്. ഓക്കെ, കുറച്ച് വലിയ പേരാണ്. നമുക്ക് എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ PDF അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഡോക്ടർ ഒലെ ഇവാർലോവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടുവന്നത് ഈ ABA തെറപ്പി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ സാധാരണ ഈ ABA തെറപ്പി എപ്പോഴും പറയുമ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾക്കാണ് ഉപയോഗിക്കുക എന്നാണ് പറയാം. പക്ഷെ ശരിക്കും ഓട്ടിസം എന്നുള്ളതല്ല, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ അത് ഒരു ASD എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു പ്രശ്നവും ഇല്ല. അതെന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ ചില ബിഹേവിയേഴ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് വരെ നമുക്ക് ഈ ഒരു ABA തെറപ്പി യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മള് പൊതുവെ ഈ LD ഒക്കെ ഉള്ള കുട്ടികൾ കൂടുതലല്ലേ, അപ്പൊ അവർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ABA തെറപ്പി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികൾക്ക് ABA മാത്രമല്ല നമ്മൾ കൊടുക്കുക, അവർക്ക് സ്പീച്ച് തെറപ്പിയുടെ ആവശ്യം വരും, അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറപ്പിയുടെ ആവശ്യം വരും. ഓക്കെ, അപ്പോ അതിന്റെ കൂടെയാണ് നമ്മൾ ഈ ABAയും കൂടി കൊടുക്കുക. ABA മാത്രം ഉപയോഗിച്ചിട്ടല്ല നമ്മൾ സോൾവ് ചെയ്യുക. ഇപ്പൊ LD ഒക്കെ ആണെങ്കിൽ നമുക്ക്
എന്ത് കൊടുക്കണം? റെമഡിയൽ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ കൂടെയാണ് നമ്മൾ ABA കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ASD നിങ്ങൾക്ക് അതുപോലെ ബോറടിക്കുന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. ഒരു നിങ്ങളുടെ സജഷൻസ് ഒക്കെ എനിക്ക് വേണം. ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതില് സ്പെക്ട്രം എന്ന് പറയാൻ കാരണം ഓരോ കുട്ടികൾക്ക്, ഓരോ ആളുകൾക്ക് പല രീതിയിലായിരിക്കും ഈ കണ്ടീഷൻസ് കാണിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്പെക്ട്രം എന്നുള്ളൊരു വാക്ക് ഇതില് ഉപയോഗിച്ചത്. അപ്പൊ ASD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് ആണ്. നമ്മുടെ ന്യൂറോ ഡെവലപ്മെന്റൽ നെർവസ് സിസ്റ്റമും ബ്രെയിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അവിടെ വരുന്ന പ്രശ്നങ്ങൾ കാരണം എഫക്ട് ചെയ്ത് വരുന്ന കണ്ടീഷൻസ് ആണ് ASD എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, മറ്റുള്ളവരോട് സംസാരിക്കുന്നതില്, അതുപോലെ റെപ്പറ്റേറ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കും. അല്ലെങ്കിൽ നമ്മളെ ഇൻട്രസ്റ്റ്, നമുക്ക് റെസ്ട്രിക്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. എല്ലാത്തിനോടും അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല ലൈഫിൽ. എല്ലാം ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ASD എന്ന് പറഞ്ഞാൽ ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ് ഈ ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഇതിൽ സ്പെക്ട്രം എന്ന് പറയാൻ കാരണം പല ആളുകളിലും പല രീതിയിലാണ് ഓരോ കണ്ടീഷൻസും കാണിക്കുക. എല്ലാവർക്കും ഒരേപോലെ അല്ല, പല ആളുകളിലും പല രീതിയിൽ യുണീക്ക് ആയിട്ടായിരിക്കും ഇത് കാണിക്കുക. ഓക്കെ, അപ്പൊ പൊതുവെ ഈ ASD ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. പാരന്റ്സിന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? പാരന്റ്സ് എപ്പോഴും കുട്ടികളുടെ കൂടെ ആയിരിക്കും. അപ്പൊ കുട്ടികളുടെ ഒരു മാറ്റങ്ങൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി അവരങ്ങനെ ഒരു പീഡിയാട്രിഷ്യന്റെ അടുത്ത് കൊണ്ടുപോവാ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെയാണ് സാധാരണയായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യുക. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അഡോളസെന്റ് ആവുമ്പോൾ അല്ലെങ്കിൽ അഡൾട്ട് ആവുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ASDയുടെ അണ്ടറിൽ വരുന്ന ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, കോസ് എന്തൊക്കെയാണെന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് പറയാ. അപ്പൊ നോർമലി നമ്മൾ ഈ ABA തെറപ്പി കൊടുക്കുന്ന സമയം നമ്മൾ ആ കുട്ടീനെ ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യേണ്ട. കാരണം അവർ ഓൾറെഡി ഡയഗ്നോസ്ഡ് ആയിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും ABA തെറപ്പി എടുക്കുക. പക്ഷെ എന്നാൽ പോലും അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ആ പാരന്റ്സ് നമ്മളോട് പറയും. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊരു അറിവ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസോർഡേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അണ്ടറിൽ ഒരു 5 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ക്ലാസിക് ഓട്ടിസം, പിന്നെ ആസ്പെർജർ സിൻഡ്രോം, റെറ്റ് സിൻഡ്രോം, ചൈൽഡ്ഹുഡ് ഡിസിന്റഗ്രേറ്റീവ് ഡിസോർഡർ, പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. ഇതില് സൈക്കോളജി ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഗ്രൂപ്പില്? സോറി, പാർട്ടിസിപ്പൻസില്? ഓക്കെ, അപ്പോ ചിലർക്ക് ഈ പേര് കേൾക്കുമ്പോ ഭയങ്കര ലോങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഏതൊക്കെയാണ്? ക്ലാസിക് ഓട്ടിസം, പിന്നെ ആസ്പെർജർ സിൻഡ്രോം, റെറ്റ് സിൻഡ്രോം, ചൈൽഡ്ഹുഡ് ഡിസിന്റഗ്രേറ്റീവ് ഡിസോർഡർ, പിന്നെ പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. അതിലാദ്യം വരുന്നതാണ് ക്ലാസിക് ഓട്ടിസം. അപ്പൊ ക്ലാസിക് ഓട്ടിസം എന്ന് പറഞ്ഞാൽ ക്ലാസിക് ഓട്ടിസത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, കാനർ സിൻഡ്രോം എന്നാണ് പറയുക. ക്ലാസിക് ഓട്ടിസത്തിന് നമ്മൾ കാനർ സിൻഡ്രോം എന്ന് പറയും. അപ്പോ ഇതുള്ള കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ് ഉണ്ടാവും. അവർക്ക് വേണ്ട രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടാവും, പക്ഷെ എന്നാൽ പോലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ അറിയാതെ വരിക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ തന്നെ ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ട ഇരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. പിന്നെ റിപ്പറ്റേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചില ബിഹേവിയേഴ്സ് ഇങ്ങനെ കാണിക്കുക. ഇതൊക്കെയാണ് സാധാരണ ഈ ക്ലാസിക് ഓട്ടിസം ഉള്ള കുട്ടികൾ കാണിക്കുക. അപ്പൊ അതിന്റെ സിംറ്റംസ് ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ലിമിറ്റഡ് അല്ലെങ്കിൽ നോ ഐ കോണ്ടാക്ട്. അപ്പൊ ഓട്ടിസം ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അവര് പൊതുവെ ഐ കോണ്ടാക്ട് തരാറില്ല അല്ലെ? അവര് കുഞ്ഞിതായിരിക്കുമ്പോ പാരന്റ്സ്
പാരന്റ്സിന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റും അവര് വളരെ കുഞ്ഞിലെ നമ്മൾ പേര് വിളിച്ചാലൊന്നും നമ്മളെ നോക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണ് സാധാരണ പാരന്റ്സ് ആദ്യം അവര് തന്നെ ഡയഗ്നോസ് ചെയ്യുന്നത്. കുട്ടിക്ക് ഓട്ടിസം ആണെന്ന് തോന്നുന്നു എന്നുള്ള ഒരു ഗസ് വരുന്നത് ആ സമയത്താണ്. അവര് ഐ കോണ്ടാക്ട് തരില്ല. അപ്പൊ ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ കേൾവിയുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിലും അവര് തിരിഞ്ഞു നോക്കില്ല, ഐ കോണ്ടാക്ട് തരില്ല, നമ്മൾ പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് തരില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ കറക്റ്റ് ഡയറക്റ്റ് നമ്മൾ നോക്കൂല, പതുക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ നോക്കുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് അവർ ഐ കോണ്ടാക്ട് നമുക്ക് തരില്ല. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അവരുടെ ഫീലിങ്സും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവൂല. ഓക്കെ, ചിലപ്പോ അവർക്ക് സന്തോഷമാണെങ്കിൽ ചിലപ്പോ അവർ കരഞ്ഞായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കരഞ്ഞു കാണിക്കും. ഓക്കെ, അവരുടെ ഫീലിംഗ് എന്താണോ ചിലപ്പോ കറക്റ്റ് അതേ എക്സ്പ്രഷൻ ആയിരിക്കില്ല അവര് പുറത്തേക്ക് തരിക. അതുപോലെ നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ കാണിച്ചാലും അത് നമുക്ക് തിരിച്ച് അവർ അതേപോലെ റെസ്പോണ്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ നോക്കി ചിരിച്ചാലും അവര് തിരിച്ച് ചിരിക്കണം എന്നില്ല. ഓക്കെ, പിന്നെ അവർക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ്. നമ്മളിപ്പോ ട്രെയിനിങ് ഒക്കെ കൊടുക്കില്ലേ, ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കുറച്ച് മാറ്റം വരും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എല്ലാവരുടെയും കൂടി ഇരിക്കാനൊക്കെ ഇഷ്ടം വരാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും. എന്തെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ബിഹേവിയർ ഉണ്ടാവും. ഇപ്പം എനിക്ക് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കുട്ടിയുണ്ട്. അപ്പൊ അവൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ തല ഇങ്ങനെ സ്പിൻ ചെയ്ത് ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. അത് ഇടക്കിടക്ക് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ച് കാണിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിലോ എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ സ്ട്രെസ് ഇതൊക്കെ വരില്ലേ, അപ്പൊ കുറച്ച് കൂടുതലാ. അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും സെയിം. അല്ലെങ്കിൽ കൈയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ കൈ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിപ്പറ്റേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ബിഹേവിയർ ഇവരിങ്ങനെ പുറമെ കാണിക്കും. പിന്നെ കൂടുതലും എക്സൈറ്റ്മെന്റ്, ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പൊ അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടമൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അവർ ഇതേപോലെയുള്ള റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് കാണിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെസ് എക്സൈറ്റ്മെന്റ് ഒക്കെ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ കാണിക്കും. പക്ഷെ ആ സമയത്ത് ഇത് കുറച്ചും കൂടി കൂടുതൽ ടൈം ഇത് കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ, പിന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റിംഗ് പോസ്ചർ ആയിരിക്കും. അതുപോലെ സ്റ്റാൻഡിങ് പോസ്ചറും. എല്ലാ കുട്ടികളും ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇരിക്കുന്നത്, അതേപോലെ കറക്റ്റ് ആയിട്ട് ആയിരിക്കില്ല എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിലും അവരുടെ രീതിയിൽ ഒരു അൺയൂഷ്വൽ വേ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൗഡ് നോയ്സസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കാണുമ്പോഴേക്കും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പം പെട്ടെന്ന് ഒരു ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണിങ്ങനെ മുറുക്കി ഇങ്ങനെ അടക്കും. പിന്നെ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ ചെവി പൊത്തി പിടിച്ചിട്ട് പിന്നെ കുറെ നമ്മളിപ്പോ സൗണ്ട് ഇല്ലടാ കൈ മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ പോലും കൈ മാറ്റില്ല, ഇങ്ങനെ പിടിച്ച് കുറെ നേരം അതേപോലെ തന്നെ നിൽക്കും. അപ്പൊ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവരുടെ കേൾവിക്കാണെങ്കിലും കാഴ്ചശക്തിയാണെങ്കിലും ഒക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണ് അവരെടുക്കുക. ഈവൻ ചില ഡ്രസ്സുകൾ ഇടാൻ പോലും ചില സമയത്ത് അവർ സമ്മതിക്കില്ല. അവരിങ്ങനെ ഡ്രസ്സിന്റെ ടെക്സ്ചർ നോക്കുമ്പോഴേക്കും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അവർക്കത് ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അവരത് പിന്നെ ഇടത്തില്ല. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആകെ ബഹളമായി കരച്ചിലായി പിന്നെ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര പ്രശ്നമായിരിക്കും ആ ഒരു ഫാമിലി തന്നെ ഉണ്ടാവുക. ഓക്കെ, ഭയങ്കര ദേഷ്യമായിരിക്കും കാണിക്കുക. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ് ഉണ്ടാവും. വയറായിട്ട് ബന്ധപ്പെട്ട് ദഹനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ചില കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഈ വയറ് കുറച്ച് വലുതായിട്ടായിരിക്കും ഇരിക്കുക, കുറച്ച് ബ്ലോട്ടിങ് ഉണ്ടാവും കുട്ടികൾക്ക്. ഓക്കെ, പിന്നെ അഡാപ്റ്റബിലിറ്റി കുറവായിരിക്കും. ഒരു പുതിയ സിറ്റുവേഷനോ പുതിയ ആളുകളൊക്കെ കാണുമ്പോഴേക്കും അവരായിട്ട് ചേർന്ന് പോവാന്നുള്ളതല്ല, അങ്ങനെ പുതിയ ആളുകളെ കാണുന്നത് പോലും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒരു എൻവയൺമെന്റ് മാറുമ്പോൾ പോലും ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ സെയിം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനായിരിക്കും ഇഷ്ടം. ഇപ്പൊ പുതിയൊരു കാര്യം ട്രൈ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, സെയിം ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സെയിം മൂവീസ്, സെയിം കാർട്ടൂൺസ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക.
അത് അവരുടെ ഓരോ സമയത്ത് മൂഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം കാണിക്കും. ഓക്കെ, എന്താണെങ്കിലും റിപ്പറ്റീവ് ആയിട്ടായിരിക്കും ഇവരിത് ചെയ്യാം. പിന്നെ ചില കുട്ടികൾക്ക് IQ, ചില കുട്ടികൾക്ക് IQ ആവറേജ് ആയിട്ടും കാണിക്കാറുണ്ട്, എബവ് ആവറേജ് ഇന്റലിജൻസ് ആയിട്ടും കാണിക്കാറുണ്ട്. ഓക്കെ, പക്ഷെ ചില കുട്ടികൾക്ക് IQ തീരെ കുറവായിരിക്കും, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെയാണ് സിംറ്റംസ് പറയുന്നത് ക്ലാസിക് ഓട്ടിസത്തിന്റെ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായി. അപ്പോ അവൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 വാക്കൊക്കെ സംസാരിക്കുള്ളൂ. ഇപ്പൊ അമ്മയാണെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച്, പിന്നെ കുറച്ച് ആ സൗണ്ട്സ് ഉണ്ടാക്കും. പിന്നെ കുറച്ച് വലുതായപ്പോഴേക്കും ഈ കാർട്ടൂൺസ് ഒക്കെ കണ്ടിട്ട് സെയിം ഈ കാർട്ടൂണിൽ പറയുന്ന അതേ ഡയലോഗ്സിലെ അത് പറയാൻ തുടങ്ങി. പിന്നെ ഗെയിംസ് പിയർ ഗ്രൂപ്പ് ആയിട്ട് കളിക്കില്ല, എല്ലാരും കൂട്ടത്തിലിരുന്നാലും ആള് കളിക്കാറില്ല. ആക്ഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും റുട്ടീൻ, ആ കുട്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ റുട്ടീൻ മാറിയിട്ടുണ്ടെങ്കിൽ കരയാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ ലൗഡ് നോയ്സ് കേൾക്കുമ്പോഴേക്കും എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ആണ്. അപ്പൊ ഇങ്ങനെ ചെവി അടച്ച് കുറെ നേരം നിൽക്കും. അതുപോലെ ഈ ഇടിവെട്ടിന്റെ സൗണ്ട് ഒക്കെ ഇല്ലേ, അതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ചെവി അടച്ച് പിടിച്ചിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിംറ്റംസിന് നമുക്ക് മനസ്സിലാക്കാം ഇതും ക്ലാസിക് ഓട്ടിസത്തിന്റെ കുറച്ച് സിംറ്റംസ് ആണ് ഈ കുട്ടി ഇതില് കാണിച്ചിരിക്കുന്നത്. അപ്പോ നമ്മള് ആ കുട്ടിയുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നോർമൽ ഡെലിവറി ആയിരുന്നു ആ കുട്ടിയുടെ. പിന്നെ പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവരെങ്ങനെയാ ഇത് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ പാരന്റ്സ് ഇതുപോലെ വിളിക്കുന്ന സമയത്ത് ആള് നോക്കാറില്ല, അതുപോലെ ഐ കോണ്ടാക്ട് കൊടുക്കാറൊന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവരിത് ഒരു പീഡിയാട്രിഷ്യന്റെ അടുത്ത് കണ്ട് ഇതാണെന്നുള്ളത് ഉറപ്പുവരുത്തിയത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്ലാസിക് ഓട്ടിസത്തിന്റെ സിംറ്റംസ്. ഇനി ഇതിന്റെ കോസസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സ് ഒരു കോസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DNA ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒരു കോസ് ആണ്. പിന്നെ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ അടുത്ത കുട്ടിക്ക് അത് ഉണ്ടാവാനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ ബ്രെയിൻ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഹെഡ് സൈസ് കുറച്ച് ലാർജർ ആയിരിക്കും. ഓക്കെ, ഹെഡ് സൈസ് ഇത്തിരി ലാർജർ ആയിരിക്കും. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഇംബാലൻസസ് ഉണ്ടാവും. നമ്മുടെ ബ്രെയിനിന്റെ നമുക്കറിയാലോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അപ്പൊ അതില് കുറച്ച് ഇംബാലൻസസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ആന്റിബോഡീസിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോ ആന്റിബോഡീസിന്റെ അളവ് കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇറഗുലർ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസസ് ആയിരിക്കും ബോഡി കാണിക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി സമയത്ത് ഇപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അമ്മയ്ക്ക് ഉണ്ടാവുന്ന മക്കൾക്ക് ഇതുപോലുള്ള ഈ ക്ലാസിക് ഓട്ടിസം ഉണ്ടാവാനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ ലോ ബർത്ത് വെയിറ്റ്, പ്രീമച്വർ ബർത്ത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ കോസസ് വരുന്നത്. ഇപ്പൊ നമ്മളുടെ അടുത്തൊരു കുട്ടീനെ ABA തെറാപ്പി ചെയ്യാൻ കൊണ്ടുവന്നു. അപ്പൊ അവര് പറയാണ് കുട്ടിക്ക് ഇങ്ങനെ ക്ലാസിക് ഓട്ടിസം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റണം എങ്ങനെയായിരുന്നു ഡെലിവറി, എങ്ങനെയായിരുന്നു, നോർമൽ ആയിരുന്നു, ആ സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡെലിവറിക്ക് മുന്നേ, ബർത്ത് വെയിറ്റ് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡിസോർഡേഴ്സ് ഇപ്പോ പറഞ്ഞു പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സിംറ്റംസും കോസസും അതുപോലെ പറഞ്ഞ എക്സാമ്പിളും ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് ഇടാവോ? ഓക്കെ, അപ്പൊ ഇനി ഇതാരാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡയഗ്നോസ് ചെയ്യും. പിന്നെ ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ, സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, അതർ സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ഇവരൊക്കെയാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവര് അതിനെന്താ ചെയ്യുക? ഡെവലപ്മെന്റൽ സ്ക്രീനിങ് നടത്തും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പാരന്റ്സിനോട് ആദ്യം അന്വേഷിക്കും എങ്ങനെയായിരുന്നു കുട്ടിയുടെ മൈൽ സ്റ്റോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന സമയത്ത് കമിഴ്ന്ന് വീണോ, ഇന്ന സമയത്ത് നടന്നോ, ആദ്യത്തെ വാക്ക് സംസാരിച്ചോ, അങ്ങനത്തെയുള്ള സ്ക്രീനിങ് ഒക്കെ നടത്തും പാരന്റ്സ് ആയിട്ട് അവര്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് നടത്തും. എന്ന് വെച്ചാൽ കുട്ടിയുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ, കുട്ടിയുടെ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ഒക്കെ എടുക്കും. പിന്നെ സ്റ്റാൻഡർഡൈസ്ഡ് അസസ്മെന്റ് ചെയ്യും. ഓക്കെ, അവരെന്ത് ചെയ്യും? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് ചെയ്യും, മെഡിക്കൽ ഇവാലുവേഷൻ നടത്തും, പിന്നെ ഫൈനൽ ഡയഗ്നോസിസ്
ചെയ്യും. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ആദ്യം സ്ക്രീനിങ് ചെയ്യും, പിന്നെ ഇവാലുവേറ്റ് ചെയ്യും, അസസ്മെന്റ് കൊടുക്കും, മെഡിക്കൽ ഇവാലുവേഷൻ കൊടുക്കും, എന്നിട്ടാണ് അവർ ഫൈനലി ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ അണ്ടറിൽ വരുന്ന എല്ലാ ഡിസോർഡേഴ്സും അവർ ഡയഗ്നോസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് അസ്പെർജർ സിൻഡ്രോം. ഓക്കെ, നെക്സ്റ്റ് അസ്പെർജർ സിൻഡ്രോം ആണ്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ തന്നെയാണ് ഇതിലും കാണിക്കുക. പക്ഷെ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സോഷ്യൽ ഇന്ററാക്ഷനിൽ ചാലഞ്ചസ് ഉണ്ടാവും. ഓക്കെ, നേരത്തെ കുറച്ചും കൂടി നമ്മൾ പറഞ്ഞു എല്ലാ കഴിവുകളും പതുക്കെ കുറഞ്ഞാണ് വരിക, എല്ലാത്തിൽ നിന്നും കുറച്ച് മാറി നിൽക്കുക, അതൊക്കെയല്ലേ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഇന്ററാക്ഷനിലാണ് കൂടുതലും ചാലഞ്ചസ് വരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും, ഇൻട്രസ്റ്റ്, ചില കാര്യങ്ങളോട് മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, എല്ലാ കാര്യങ്ങളോടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചില ഏരിയാസിൽ മാത്രം ഇവർക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. ചില ഏരിയാസിൽ, പല ഏരിയാസ് ഉണ്ടല്ലോ, ചില ഏരിയാസിൽ മാത്രം ഇവര് സ്ട്രെങ്ത് കാണിക്കും. ഇവര് ലിറ്റിൽ പ്രൊഫസേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇവരെ ലിറ്റിൽ പ്രൊഫസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവർക്ക് അസ്പെർജർ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷനിലാണ് പ്രോബ്ലം വരിക, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷനിലാണ് പ്രോബ്ലം ഉണ്ടാവുക, റിപ്പറ്റേറ്റീവ് ആയിട്ട് ബിഹേവിയർ കാണിക്കുക, ഇൻട്രസ്റ്റ് കുറവായിരിക്കും, പിന്നെ ചില ഏരിയാസിൽ യുണീക്ക് ആയിട്ടുള്ള സ്ട്രെങ്ത്തും ഉണ്ടാവും. അപ്പൊ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കുട്ടി, 10 വയസ്സാണ് കുട്ടിക്ക്, ഭയങ്കര ഇന്റലിജന്റ് ആണ്, ആള് നന്നായിട്ട് പഠിക്കും, മാത്സിനും സയൻസിനും എപ്പോഴും നല്ല മാർക്കാണ് ഉണ്ടായിരുന്നത്. 7 വയസ്സായപ്പോഴേക്കും ഈ കുട്ടിക്ക് അസ്പെർജർ സിൻഡ്രോം ഉണ്ട് എന്നുള്ളത് ഡയഗ്നോസ് ആയി. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഹിസ്റ്ററിയിൽ പറഞ്ഞത് സോഷ്യൽ സിറ്റുവേഷൻ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടിയുടെ ഫാമിലി ആണെങ്കിലും വേറെ എവിടെയെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. സ്കൂളിലാണെങ്കിൽ പോലും ഭയങ്കര സോഷ്യൽ ഇന്ററാക്ഷനിൽ പ്രോബ്ലംസ് കാണിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ ചില തമാശകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, എല്ലാം കറക്റ്റ് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതേ സെൻസിൽ തന്നെ ആയിരിക്കും എടുക്കുക. നമ്മൾ അതിന്റെ അണ്ടറിൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ടോക്ക് പോലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല. പിന്നെ ഇവര് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയത് ഏത് മുതിർന്ന ആളെ സംസാരിക്കുന്നതെന്ന് തോന്നും. ഓക്കെ, ഒരു അഡൾട്ട് ലൈക്ക് ആയിട്ടുള്ള സംസാരം ആയിരിക്കും ഈ കുട്ടികളിൽ നിന്ന് ഉണ്ടാവുക. അപ്പോ 7 വയസ്സിലെ ഈ കുട്ടീനെ ഡയഗ്നോസ് ചെയ്ത്, അപ്പൊ നമ്മൾ പറഞ്ഞ സിംറ്റംസിൽ ഈ കുട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാ, മാത്സിലും സയൻസിലും നല്ല മാർക്ക് മേടിക്കായിരുന്നു. അപ്പൊ അതായിരിക്കും ചിലപ്പോ ആ കുട്ടിയുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയാസ്. സ്ട്രഗിൾ എവിടെ ഉണ്ടായിരുന്നത്, സോഷ്യൽ ഇന്ററാക്ഷനിലാണ് സ്ട്രഗിൾ ഉണ്ടായത്. പിന്നെ ജോക്കൊന്നും മനസ്സിലാവില്ല, സ്പീച്ച് അഡൾട്ട് ലൈക്ക്. അപ്പൊ ഇവർക്ക് നല്ല വൊക്കാബുലറി ആയിരിക്കും, അതുകൊണ്ട് തന്നെയാണ് ഇവരെ ലിറ്റിൽ പ്രൊഫസേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അസ്പെർജർ സിൻഡ്രോം ഉള്ള കുട്ടികൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ കുട്ടിക്ക് സംബന്ധിച്ച് 5 മാസത്തെ ട്രെയിനിങ് ആണ് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും ബെറ്റർ ആയിട്ടാണ് വന്നത്. അപ്പൊ 5 മാസം കണ്ടിന്യൂസ് അല്ല, നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ആദ്യം വീക്ക്ലി വൺസ് കൊടുത്തോണ്ടിരുന്നു ട്രെയിനിങ്, പിന്നെ 3 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം, അങ്ങനെയൊക്കെയാണ് കൊടുത്ത് പതുക്കെ ആ കുട്ടി ബെറ്റർ ആയത്. ഓക്കെ, അപ്പൊ അതാണ് ആസ്പെർജർ സിൻഡ്രോം. അപ്പൊ ക്ലാസിക് ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുക, ചിലർക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ആസ്പെർജർ സിൻഡ്രോമിൽ എങ്ങനെയാ, റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇന്ററാക്ഷനിലാണ്. ഓക്കെ, ഇതിന്റെ കോസസ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ കോസ് ആയിരിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കോസസിന്റെ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ കോസസ് കൊണ്ടാണ് ഈ ആസ്പെർജർ സിൻഡ്രോം ഉണ്ടാവുക. ഇതും ഡയഗ്നോസിസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ രീതിയിലാണ്, സ്റ്റാൻഡർഡൈസ്ഡ് അസസ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് അവര് ഡയഗ്നോസ് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ആസ്പെർജർ സിൻഡ്രോം ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വൺ ആണ് റെറ്റ് സിൻഡ്രോം. ഓക്കെ, റെറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കൂടുതലും പെൺകുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം വരിക. ഓക്കെ, അപ്പോ ആദ്യം ഒരു പീരീഡ് വരെ ഇവർക്ക് നോർമൽ ഡെവലപ്മെന്റ് ആയിരിക്കും. പക്ഷെ പിന്നെ അതിനുശേഷമാണ് ഇവരുടെ മോട്ടർ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കില്ലൊക്കെ പതുക്കെ ഇവരിൽ നിന്ന് ഇവർക്ക് ലോസ് ആയി പോകും. ഓക്കെ, അപ്പൊ കൂടുതൽ റെറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RETT. ഓക്കെ, റെറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കൂടുതലും പെൺകുട്ടികൾക്കാണ് എഫക്ട് ചെയ്യുക. അപ്പൊ ഒരു പീരീഡ് വരെ ഇവരിങ്ങനെ പ്രശ്നമൊന്നുമില്ല, എല്ലാം
കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയി പോകും. ഒരു 1.5 വയസ്സ് വരെയൊക്കെ ഇത് കറക്റ്റ് ആയിരിക്കും ഡെവലപ്മെന്റ്. അതിനുശേഷം ഒറ്റയടിക്ക് എന്ത് സംഭവിക്കും, ഈ മോട്ടോർ സ്കിൽസിലും അതുപോലെ ലാംഗ്വേജ് സ്കില്ലൊക്കെ മെല്ലെ ഡിക്ലൈൻ ആവാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതിലും കോമൺ ആയിട്ടുള്ളത് റിപ്പറ്റേറ്റീവ് ആയിട്ട് ഹാൻഡ് മൂവ്മെന്റ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇവര് നടക്കുന്ന സമയത്തൊക്കെ ഇവർക്ക് ബാലൻസ് ഉണ്ടാവില്ല. ഇവര് നടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ പോവാം, മിക്കപ്പോഴും ഇങ്ങനെ വീഴും, കാരണം ഇവർക്ക് ബാലൻസ് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ വേർബൽ കമ്മ്യൂണിക്കേഷൻ, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വാക്കുകളും അവർക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. സോഷ്യൽ ഇന്ററാക്ഷനിലും ഇവർക്ക് പ്രോബ്ലം ഉണ്ട്. പിന്നെ ഹാർട്ട് റേറ്റിനും ബ്രീത്തിങ്ങിനും, ഇത് രണ്ടിനും ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ സീഷേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സീഷേഴ്സ് എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ നമ്മൾ എപ്പോഴും ഫിറ്റ്സ് എന്നാ പറയാ. അങ്ങനെ സീഷേഴ്സ് കണ്ടാലും നമ്മൾ പൊതുവെ ഫിറ്റ്സ് എന്നാ പറയാ. ഫിറ്റ്സ് പനി വരുമ്പോഴല്ലേ വരാ. അപ്പൊ സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ പനി ഇല്ലാത്ത സമയത്തും ആ ഫിറ്റ്സ് പോലെയൊക്കെ തന്നെ വരുന്നതാണ്. സീഷേഴ്സ് പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ സീഷേഴ്സും ഉണ്ടാവാനുള്ള ചാൻസ് റെറ്റ് സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് കൂടുതലാണ്. കൂടുതലും ഫീമെയിൽസിനാണ് ഇത് വരാന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IQ കുറവായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവും. പിന്നെ അവരുടെ ഹെഡിന്റെ സൈസ് കുറച്ച് ചെറുതായിരിക്കും. ഓക്കെ, ഹെഡ് സർക്കംഫറൻസ് കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ റെറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കൂടുതലും പെൺകുട്ടികൾക്കാണ് വരിക. ആദ്യം ഒരു 1.5 വയസ്സ് വരെയൊക്കെ ഇവർക്ക് നോർമൽ ഡെവലപ്മെന്റ് ആയിരിക്കും. അതിനുശേഷം പെട്ടെന്നാണ് ഇവർ മോട്ടറിലോ ലാംഗ്വേജ് സ്കില്ലൊക്കെ പെട്ടെന്ന് അത് ലോസ് ആവും. മോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഫൈൻ മോട്ടോർ സ്കിൽസ്, ക്രോസ് മോട്ടോർ സ്കിൽസ് എന്നൊക്കെ. അതാണ് ഉദ്ദേശിച്ചത്. വെച്ചാൽ നമ്മൾ ആദ്യം ഇങ്ങനെ കൈ കൊടുക്കുമ്പോ കൈ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഒരു ബോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തട്ടുക, കാല് വെച്ചിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് ശ്രമിക്കുക, കമഴ്ന്ന് വീഴുക, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിയുമ്പോഴേക്കും പതുക്കെ ഇതൊക്കെ ലോസ്റ്റ് ആവാനായിട്ട് തുടങ്ങും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ് ഉണ്ടാവുക, ഹാർട്ട് റേറ്റ് പ്രോബ്ലംസ്, സീഷേഴ്സ്, പിന്നെ IQ കുറവായിരിക്കും, ഹെഡ് സർക്കംഫറൻസ് ചെറുതായിരിക്കും. ഓക്കെ, ഇതിലൊരു കുട്ടിയുടെ ഇത് പറഞ്ഞുതരാം. 4 വയസ്സുള്ള ഒരു കുട്ടിയാണ് ജനിച്ചത്. നോർമൽ ഡെലിവറി ആയിട്ടാണ് ജനിച്ചത്. മൈൽ സ്റ്റോൺ ഒക്കെ കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് സമയത്ത് ഓരോന്ന് നടന്നിരുന്നു. ഡാഡ, മമ്മ അങ്ങനെയാണ് ഈ കുട്ടി വിളിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. 18 മാസമൊക്കെ ആയ സമയത്ത് ഈ പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഈ വായില് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വാക്കുകളൊക്കെ പതുക്കെ ഇല്ലാണ്ടായി. അത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന സൗണ്ട്സ് പോലും ഈ കുട്ടി പിന്നീട് പറയാതെ ആയി. പിന്നെ നമ്മളിങ്ങനെ ടോയ്സ് കൊടുത്താലൊന്നും കളിക്കില്ല. ടോയ്സ് കൊടുത്താലൊക്കെ അത് വേണ്ടാന്ന് പറയാ, അത് നോക്കാതെ ഇരിക്കുക. പിന്നെ പതുക്കെ, അത്രയും നാള് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല 1.5 വയസ്സ് വരെ. അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങി, ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ തുടങ്ങി. പിന്നെ അതുപോലെ നടക്കുമ്പോ ബാലൻസ് കിട്ടില്ല. 1.5 വയസ്സല്ല, 18 മാസം. ഓക്കെ, നടക്കുമ്പോ ബാലൻസ് കിട്ടില്ല. അപ്പൊ ഇത് കാണിക്കുന്നത് ആ കുട്ടിക്ക് റെറ്റ് സിൻഡ്രോം. അപ്പൊ നമ്മള് ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഡയഗ്നോസ് ചെയ്യുന്നത് ആരാണ്? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ പിക്ചർ കിട്ടണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറ്റിക്സിന്റെ ഇഷ്യൂ ഉണ്ടാവും, ന്യൂറോ ഡെവലപ്മെന്റൽ ഇമ്പാക്ട് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ബ്രെയിനിലുള്ള കുറച്ച് എഫക്ട് ചെയ്യുന്ന കാരണം, കുറച്ച് പ്രോബ്ലംസ് കാരണമാണ് റെറ്റ് സിൻഡ്രോം വരിക. ന്യൂറോളജിസ്റ്റ് അതുപോലെ ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻസ് ഒക്കെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ സീഷേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നിങ്ങൾക്ക് ആലീസ് ഇൻ വണ്ടർലാൻഡിലെ സ്റ്റോറി അറിയോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആലീസ് ഇൻ വണ്ടർലാൻഡ്? നോട്ട്സ് കിട്ടുമെന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നോട്ട്സ് ഞാൻ ക്ലാസ് കഴിയുമ്പോഴേക്കും അയക്കും. ഓക്കെ, ആലീസ് ഇൻ വണ്ടർലാൻഡ് ആരും വായിച്ചിട്ടില്ല? ഒരാൾ യെസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ടായി. അപ്പൊ കഥയിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്കിപ്പോ ഓർമ്മയില്ല. ഈ ആലിസ് എന്ന് പറഞ്ഞ ആള് ഒരു റാബിറ്റിന് എന്തോ കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ റാബിറ്റ് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് ആ റാബിറ്റിന്റെ പുറകെ പോയി ഒരു ഹോളിലേക്ക് വീഴും. ഹോളിലേക്ക് വീഴുന്ന സമയത്ത് പിന്നെ ഈ ആലിസ് കണ്ണു തുറക്കുമ്പോഴേക്കും ഒരു വണ്ടർലാൻഡിലായിരിക്കും വീട്. അവിടെ കുറെ ആളുകളെ കാണും, ഒരു ക്വീനിനെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. ഓക്കെ,
പറ്റുമെങ്കിൽ ഈ ഇത് മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആലിസ് ഇൻ വണ്ടർലാൻഡ് ഒന്ന് നോക്കണേ. അപ്പൊ അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ സീഷേഴ്സ് ഉള്ള കുട്ടികൾക്കില്ലേ, അപ്പൊ ചിലപ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെറ്റ് സിൻഡ്രോം ഒന്നും ഉണ്ടാവണമെന്നില്ല. സീഷേഴ്സ് ഉള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ABA തെറാപ്പി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ കൂടെ പറഞ്ഞു പോവാണ്. അപ്പോ സീഷേഴ്സ് വരുമ്പോ ചിലപ്പോ കുട്ടികൾക്ക് അധികം അങ്ങ് പുറമെ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് ആ കുറച്ചു നേരത്തെ എപ്പിസോഡ് മാത്രമാണെങ്കിൽ പാരന്റ്സ് മെഡിസിൻ കൊടുക്കുന്നുണ്ടാവും, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു സ്റ്റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സീഷേഴ്സ് ഉള്ള കുട്ടികളെ എപ്പോഴും നമ്മൾ ഇന്ന് സ്വപ്നം കണ്ടോ, മോളിന്ന് എന്ത് സ്വപ്നം കണ്ടേന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇന്ന് ഉറങ്ങിയപ്പോ മാം ഞാനിങ്ങനെ കണ്ണടച്ച് കിടന്ന സമയത്ത് കുറെ ആളുകൾ വന്നു, ഈ ആളുകളൊക്കെ ചെറുതാവാനും വലുതാവാനും തുടങ്ങി, എന്റെ മൂക്ക് ഭയങ്കരമായിട്ട് വലുതായി, എന്നിട്ട് ഇങ്ങനെ ചെറുതായി പോയി, എന്റെ കൈ ഭയങ്കര നീളം വെച്ചു, നീളം വെച്ചിട്ട് കൈ ചെറുതായി പോയി. അല്ലെങ്കിൽ പിന്നെ ഒരു എന്റെ അവിടെ വരുന്ന ഒരു കുട്ടി പറയുന്നതാണ്, ഞാൻ 1 മുതൽ 100 വരെ എണ്ണാൻ തുടങ്ങി എന്ന് പറയും. 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പേടിയായി. പിന്നെ വേറൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു കണ്ണ് വന്നു, ഇവിടെ കണ്ണ് വന്നപ്പോഴേക്കും ഞാൻ കണ്ണിങ്ങനെ അടച്ചു വെച്ച്. പിന്നെ ഒരു സ്വപ്നം പറയുന്നത് അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഭയങ്കര വലുതായി, ബലൂൺ വീർക്കുന്ന പോലെ വീർത്തു, ഞാൻ മാത്രം ചെറുതായിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും ഇവരൊക്കെ ഇങ്ങനെ ചെറുതായി വന്നു. ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കേട്ടിട്ടുണ്ടോ പറയുന്നതായിട്ട് ആരെങ്കിലും? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീഷേഴ്സ് ഉള്ള കുട്ടികളില് കാണുന്ന സ്വപ്നമാണ്. അപ്പൊ ഇത് നോർമലായിട്ട് അങ്ങനെ സീഷേഴ്സ് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അവർ കാണുന്ന സ്വപ്നമാണ് ഇതുപോലെ എന്ന് വെച്ചാൽ ചെറുതാവാ, വലുതാവാ, പിന്നെ അതുപോലെ കൈ വളരുക, നമ്പേഴ്സ്, ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ അവർ കാണും. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനൊരു പേരുണ്ട്. അതാണ് ഞാൻ ആലിസ് ഇൻ വണ്ടർലാൻഡ് ചോദിച്ചത്. ഇതിന് പറയുന്നത് ആലിസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്നാണ്. ഓക്കെ, ആലിസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം. ആ ഒരു സ്റ്റോറി ഇല്ലേ, ആ സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ ഇത് ബേസ് ചെയ്താണ് അവർ എഴുതിയേക്കുന്നത്. അതില് സ്റ്റോറിയുടെ എൻഡ് എനിക്ക് തോന്നുന്നു ആലിസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും, അപ്പൊ അതൊരു സ്വപ്നമായിരുന്നു. ഓക്കെ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീഷേഴ്സ് വരുന്ന കുട്ടികളെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ സ്റ്റോറി ഉള്ളത്. ആ സ്റ്റോറി ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞതാണ്. റെറ്റ് സിൻഡ്രോം ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വൺ ആണ് ചൈൽഡ്ഹുഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഡിസോർഡർ. ചൈൽഡ്ഹുഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഡിസോർഡറിനെ നമ്മൾ ഹെല്ലേഴ്സ് സിൻഡ്രോം എന്നും പറയും. ഓക്കെ, ഹെല്ലേഴ്സ് സിൻഡ്രോം മറ്റൊരു പേരാണ്. ചൈൽഡ്ഹുഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഡിസോർഡറിനെ ഹെല്ലർ സിൻഡ്രോം എന്ന് പറയും. അതുപോലെ ഡിസ്ഇൻറ്റഗ്രേറ്റീവ് സൈക്കോസിസ്, 2 പേരുകളാണ് ഉള്ളത്. ഞാൻ എന്തായാലും നോട്ട്സ് തരുമ്പോഴേക്കും അതിലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഹെല്ലേഴ്സ് സിൻഡ്രോമും പിന്നെ അതുപോലെ ഡിസ്ഇൻറ്റഗ്രേറ്റീവ് സൈക്കോസിസ് എന്നുള്ള 2 പേരുണ്ട് ഈ ചൈൽഡ്ഹുഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഡിസോർഡറിന്. നമ്മൾ പൊതുവെ CDD എന്നാണ് ഇതിനെ പറയാ. ഇത്രയും വലിയ പേരല്ലേ, അപ്പൊ നമ്മൾ CDD എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2 മുതൽ 10 വയസ്സ് വരെ. ഓക്കെ, 2 മുതൽ 10 വയസ്സ് വരെയുള്ള ആ ഒരു വയസ്സിനുള്ളിൽ തന്നെ സിംറ്റംസ് കാണിക്കാനായിട്ട് തുടങ്ങും. 2 മുതൽ 10 വയസ്സ് വരെ ഇതിന്റെ ഇടയിൽ തന്നെ സിംറ്റംസ് കാണിക്കാനായിട്ട് തുടങ്ങും. 3 വയസ്സ് വരെയൊക്കെ ഡെവലപ്മെന്റ് നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇതിൽ റെറ്റ് സിൻഡ്രോമിൽ നമ്മൾ പറഞ്ഞു 1.5 വയസ്സ് വരെ നോർമൽ ആയിരിക്കും, പിന്നെ ഡിക്ലൈൻ ആവുന്നു. അതുപോലെ ഇതിൽ 3 വയസ്സ് വരെ ഡെവലപ്മെന്റ് നോർമൽ ആയിരിക്കും. പിന്നീട് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബവൽ ബ്ലാഡർ കൺട്രോൾ, ഓക്കെ, യൂറിൻ പാസ് ചെയ്യാൻ അതുപോലെ ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉള്ള ആ ഒരു കൺട്രോൾ ഇല്ലേ, അത്, പ്ലേ സ്കിൽസ്, കളിക്കാനുള്ള ഇത്, മോട്ടോർ സ്കിൽസ്, ഓടാനും ചാടാനും അതുപോലെ എന്തെങ്കിലും കയ്യിൽ പിടിക്കാനും ത്രോ ചെയ്യാനൊക്കെ ഉള്ള സ്കിൽസ്, ലാംഗ്വേജ്, അവരുടെ സംസാരം, പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ, അവര് മറ്റുള്ള ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബവൽ ബ്ലാഡർ കൺട്രോൾ, പ്ലേ സ്കിൽ, മോട്ടോർ സ്കിൽ, ലാംഗ്വേജ് സ്കിൽ, ഓവറോൾ സോഷ്യൽ സ്കിൽ, ഈ പറഞ്ഞ ഈ 5 സ്കിൽസിൽ ഏതെങ്കിലും അച്ചീവ് ചെയ്ത ആ കുട്ടി 3 വയസ്സ് വരെ ഡെവലപ്മെന്റ് ഓക്കെ ആണെന്നല്ലേ പറഞ്ഞത്, ആ ഒരു സമയത്ത് അച്ചീവ് ചെയ്ത ഈ പറഞ്ഞ കാര്യങ്ങളില് ഏതെങ്കിലും 2 ഏരിയാസ് ഡിമിനിഷ് ആയി പോകും. ഓക്കെ, അപ്പൊ കുട്ടിക്ക് ഇപ്പൊ ഈ 5 സ്കിൽസ് ഉണ്ടായെന്ന് വിചാരിക്കാം, പക്ഷെ 3 വയസ്സ് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഈ ഏരിയയിലുള്ള
2 സ്കില്ല് അവരുടെ ഡിമിനിഷ് ആയിപ്പോവും. നമ്മൾ പറഞ്ഞ റെറ്റ് സിൻഡ്രോമിൽ ടോട്ടൽ ഒരു മോട്ടോർ സ്കില്ലിലും പിന്നെ അതുപോലെ ലാംഗ്വേജ് സ്കില്ലിലും ആണ് പറഞ്ഞത് പതുക്കെ ഡിമിനിഷ് ആവുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 5 സ്കില്ലില് ഏതെങ്കിലും 2 ഡിമിനിഷ് ആവും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 6 വയസ്സുള്ള കുട്ടിയുടെ ആണ്. അപ്പൊ അവൻ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഡെവലപ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് സമയത്ത് നടന്നു, സംസാരിച്ചു, ടോയ്സ് ഒക്കെ വെച്ച് കളിക്കാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ആയിരുന്നു. 4 വയസ്സ് കഴിഞ്ഞിട്ട്, അപ്പൊ നമ്മൾ 3 വയസ്സ് വരെ ഡെവലപ്മെന്റ് നോർമൽ ആയിരിക്കും എന്ന് പറഞ്ഞ അതിൽ ചിലപ്പോൾ ഒരു ഏജ് വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ ഇതില് 4 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ പതുക്കെ ഈ കളിക്കുന്നുള്ള സ്കില്ല് പോയി. നേരത്തെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു, പിന്നീട് കളിക്കാനുള്ള സ്കില്ല് പതുക്കെ കുറഞ്ഞു. പിന്നെ അതുപോലെ ലാംഗ്വേജ് നേരത്തെ സംസാരിക്കുമായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഈ സംസാരമൊക്കെ കുറച്ച് കുറയാൻ തുടങ്ങി. ഓക്കെ, നേരത്തെ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പൊ ആന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ അത്രയും ഡിക്ലൈൻ ആവുകയാണ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് കുറഞ്ഞു, അതുപോലെ പ്ലേ സ്കില്ല് കുറഞ്ഞു. പിന്നെ ബാത്റൂം, ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ ബാത്റൂമിലേക്ക് ഓടിപ്പോകുന്ന കുട്ടിയായിരുന്നു, പക്ഷെ പിന്നെ പോകുന്നില്ല, അത് പതുക്കെ മറന്നുപോയതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് നോക്കുമ്പോൾ പ്ലേ സ്കില്ലും ലാംഗ്വേജും ബവൽ ബ്ലാഡർ കൺട്രോളിലും ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അപ്പൊ സെയിം നമുക്ക് അതേ സിംറ്റംസ് ആണ് ചൈൽഡ്ഹുഡ് ഡിസ്ഇന്റഗ്രേറ്റീവ് ഡിസോർഡറിൽ നമ്മൾ പറഞ്ഞ. എന്താ സംഭവിച്ചത്, ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിക്ക് അറിയാവുന്ന സ്കിൽസിൽ ഉള്ള ചില ഏരിയാസ് മാത്രം ഡിക്ലൈൻ ആയി. ഇപ്പൊ മോട്ടോർ സ്കില്ലിലൊന്നും ഈ കുട്ടിക്ക് പ്രശ്നമില്ല, സോഷ്യൽ സ്കില്ലിലും പ്രശ്നമില്ല. എവിടേക്കാ പ്രശ്നം വന്ന ലാംഗ്വേജിലും പ്ലേ സ്കില്ലിലും ബവൽ ബ്ലാഡർ കൺട്രോളിലും ആണ് ഈ കുട്ടിക്ക് പ്രശ്നം വന്നത്. അപ്പൊ അത് ആണ് നമ്മൾ പറഞ്ഞ CDD അല്ലെ. ഏതെങ്കിലും 2 ഏരിയാസ് ഉറപ്പായിട്ടും എന്താവും, ഡിമിനിഷ് ആവും. ആ പഠിച്ച സ്കില്ലുകൾ പതുക്കെ നമുക്ക് മറന്നുപോകും. ഓക്കെ, അവർക്കത് പിന്നീട് അറിയാൻ പറ്റില്ല, പതുക്കെ ഡിക്ലൈൻ ആവും. അപ്പൊ അതാണ് ചൈൽഡ്ഹുഡ് ഡിസ്ഇന്റഗ്രേറ്റീവ് ഡിസോർഡർ. ഇത് ക്ലിയർ ആണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണേ, നമ്മൾ ഓരോന്നെ ക്ലിയർ ചെയ്ത് പോവാണെങ്കിൽ അതായിരിക്കില്ലേ കുറച്ചും കൂടി ഈസി. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, നമ്മൾ ASDയിലെ ലാസ്റ്റ് വൺ ആണ് പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. കുറച്ച് വലിയ പേരാണ്, പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. നമ്മൾ PDD-NOS എന്നാണ് പറയാ. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഇന്ററാക്ഷൻ പ്രോബ്ലംസ്, കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ്, റിപ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, ഇതൊക്കെയാണ് ഇതിലും കാണിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ഇവര് ഡയഗ്നോസ് ചെയ്യുന്നത് ICD-യോ DSM ഒക്കെ നോക്കിയിട്ടാണ് ഇവര് ഇത് ഇങ്ങനെ ഓട്ടിസം ആണെന്ന് അവർ ഡയഗ്നോസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഇമേജ് ഒക്കെ എടുത്തിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോ അതിലൊന്നും പെടാത്ത അവര് ഡയഗ്നോസിന്റെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായില്ല നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി, അല്ലെ ഇപ്പൊ നമ്മള് എക്സാമിന് മാർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവില്ലേ, A+ കിട്ടാൻ വേണ്ടി ഇന്നത് വേണം, അല്ലെങ്കിൽ B ഗ്രേഡ് കിട്ടാൻ ഇന്നത് വേണം. അതുപോലെ ഇന്നൊരു ഡിസോർഡർ ആണെന്ന് കണ്ടുപിടിക്കാനും ഒരു ക്രൈറ്റീരിയ വേണം, അല്ലെ. അപ്പൊ ആ ക്രൈറ്റീരിയാസ് ഒന്നും നേരത്തെ പറഞ്ഞ ASDയിലുള്ള മറ്റ് ക്രൈറ്റീരിയ, ഡയഗ്നോസിങ് ക്രൈറ്റീരിയസ് ഒന്നും പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ എവിടെ വരുന്നത്, ഈ പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡില് വരാം. ഇത് കൂടുതലും ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കാറില്ല. സാധാരണ ഇപ്പോഴും കാണുന്ന കുട്ടികൾ ക്ലാസിക് ഓട്ടിസം അതുപോലെ റെറ്റ് സിൻഡ്രോമിലാണ് പൊതുവെ ഇപ്പോഴും കുട്ടികൾ കൂടുതലായിട്ട് ഉണ്ടാവുക, പ്രശ്നങ്ങൾ ഉള്ളവരിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ASDയുടെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് ഡിസോർഡേഴ്സ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ക്ലാസിക് ഓട്ടിസം, പിന്നെ ആസ്പെർജർ സിൻഡ്രോം, റെറ്റ് സിൻഡ്രോം, ചൈൽഡ്ഹുഡ് ഡിസ്ഇന്റഗ്രേറ്റീവ് ഡിസോർഡർ, പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. അപ്പൊ ഇതാണ് ASDയിലുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് അതർ ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, വേറെ ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ ABA കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതില് ഫസ്റ്റ് ആണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഓക്കെ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും, അതിന് നമുക്ക് ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ 2 ഏരിയാസിലാണ് ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ID ഉള്ള കുട്ടികൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവുക. ഒന്ന് ഇന്റലക്ച്വൽ ഫങ്ഷനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, പഠിക്കാൻ ലേൺ ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും.
റീസണിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, ഇതിലൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ഫങ്ഷനിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ബിഹേവിയർ, അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് കെയർ ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ, മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, ഈ ഏരിയാസിലാണ് കൂടുതലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ സിംറ്റംസ് എങ്ങനെയാണ് ഈ ഐഡിയ ആണെന്ന് കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേഡ് ഡെവലപ്മെന്റ് ആയിരിക്കും. ഇന്ന സമയത്ത് സംസാരിക്കണം, ഇന്ന സമയത്ത് നടക്കണം എന്നൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ച് അത് കുറച്ച് ഡിലേ എടുക്കുന്നതായിരിക്കും, കുറച്ചും കൂടി ലേറ്റ് ആയിട്ടായിരിക്കും അവർക്കത് ഉണ്ടാവുക. പിന്നെ സ്കൂളിലൊക്കെ പോയാലും ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും പഠിക്കാൻ, മാർക്ക് കുറവായിരിക്കും, അതുപോലെ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. കുട്ടികൾക്ക് ചിലപ്പോൾ ആൻസൈറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അവർക്ക് അവരുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ നീഡ്സ് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സെൽഫ് കെയർ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡ്രസ്സ് കൊടുക്കാനോ, തന്നെ ഭക്ഷണം കഴിക്കാനോ, അല്ലെങ്കിൽ ബാത്റൂമിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോവാനോ, അതിനൊക്കെ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിലേഡ് ഡെവലപ്മെന്റ്, പിന്നെ സ്കൂളിൽ സ്ട്രഗിൾസ് ഉണ്ടാവും, പിന്നെ അവരുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ, നീഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, സെൽഫ് കെയർ ഡിഫിക്കൽട്ടി, പിന്നെ സ്ട്രഗിൾസ് വിത്ത് പ്ലാനിങ് ഓർ മേക്കിംഗ് ഡിസിഷൻ. അപ്പൊ നമ്മളെ നോർമൽ IQ എന്ന് പറയുന്നത് 85 to 115 ആണ്. അപ്പൊ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നമുക്ക് പല ടൈപ്സ് ആയിട്ട് നോക്കാം. മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്. ഓക്കെ, മൈൽഡ് ID ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, സിവിയർ ഉണ്ട്, പ്രൊഫൗണ്ട് ഉണ്ട്. ഓക്കെ, നോട്ട്സ് തരാട്ടോ ഇതിന്റെ. മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ IQ 50 മുതൽ 70 വരെ ആയിരിക്കും IQന്റെ സ്കോർ ഉണ്ടാവുക. ഓക്കെ, IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് കോഷ്യന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ IQന്റെ സ്കോർ എന്ന് പറയുന്നത് 50 തുടങ്ങി 70ന്റെ ഇടയിലായിരിക്കും. അപ്പൊ ആ കുട്ടികൾക്ക് എന്താ, മൈൽഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്. അപ്പൊ അവർക്ക് മിനിമൽ സപ്പോർട്ട് മതി. മിനിമൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ അവര് പെട്ടെന്ന് ബെറ്റർ ആവും. ഓക്കെ, ഇനി മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ IQ 35 തുടങ്ങി 49 വരെയാണ്. ഓക്കെ, 35 to 49 ആണ് മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി വരുന്നത്. അപ്പൊ അവർക്ക് എന്ത് വേണം, കുറച്ചും കൂടി സപ്പോർട്ട് വേണം. ഡെയിലി ലിവിങ്, ഡെയിലി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് കൊടുക്കണം. പക്ഷെ നമ്മളിങ്ങനെ സൂപ്പർവൈസ് ചെയ്താൽ മതി, അവർ തന്നെ ചെയ്തോളും. ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ വരിക. കുറച്ചും കൂടി സിവിയർ ആകുമ്പോഴേക്കും എന്താ പറ്റുക, 20 മുതൽ 34 വരെ ആയിരിക്കും IQ സ്കോർ വരിക. അപ്പൊ സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിവിയർ അല്ലേ, അപ്പൊ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, കെയർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇവർക്ക് സ്കിൽസ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ത്രൂ ഔട്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ പ്രൊഫൗണ്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്, അത് ബിലോ 20 ആണ്. എന്ന് വെച്ചാൽ എക്സ്റ്റെൻസീവ് സപ്പോർട്ടാണ്. നമ്മളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊന്നും ഒരു കാര്യം പോലും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മളുടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നമുക്ക് മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, സിവിയർ ഉണ്ട്, പ്രൊഫൗണ്ട് ആണ്. മൈൽഡിന് മിനിമൽ സപ്പോർട്ട് മതി, മോഡറേറ്റിന് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുക, സിവിയർ ആകുമ്പോഴേക്കും ലൈഫ് ലോങ് നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കണം. പ്രൊഫൗണ്ട് ആകുമ്പോഴേക്കും എങ്ങനെയാ, നമ്മളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ തന്നെ. നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, കാരണം അത്രയും സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഡൗൺ സിൻഡ്രോം ആണ്. ഓക്കെ, ഡൗൺ സിൻഡ്രോം. ഇപ്പൊ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു ജനറ്റിക് കണ്ടീഷൻ ആണ്. നോർമൽ IQ എന്ന് പറഞ്ഞാൽ 80 to 80 തുടങ്ങി 115 വരെ. ഓക്കെ, ഇനി ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. എക്സ്ട്രാ കുറച്ച് ബയോളജി പോലെയൊക്കെ നമുക്ക് തോന്നും ഇത് കേൾക്കുമ്പോൾ, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, എക്സ്ട്രാ ക്രോമസോമിന്റെ ഒരു പ്രശ്നമാണ് ഈ ഡൗൺ സിൻഡ്രോം. ജനറ്റിക് കണ്ടീഷൻ ആണ്, ഒരു ക്രോമസോമൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫിസിക്കൽ ഫീച്ചർ നമുക്കിങ്ങനെ ചില കുട്ടികളെ കാണുമ്പോൾ തോന്നില്ലേ, അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാണുമ്പോൾ ഈ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ. അപ്പോ അതുപോലെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് കാണുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം.
ഫ്ലാറ്റൻഡ് ഫേസ് ആയിരിക്കും. നമ്മളിങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടായിരിക്കും അവരുടെ ഫേസ് ഉണ്ടാവുക. കുഞ്ഞു മൂക്കായിരിക്കും, സ്മോൾ നോസ് ആയിരിക്കും. പിന്നെ അവരുടെ കണ്ണിങ്ങനെ ആൽമണ്ട് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ആൽമണ്ട് ഷേപ്പ് ആയിട്ടുള്ള കണ്ണായിരിക്കും. അതിങ്ങനെ കുറച്ച് ഇങ്ങനെ മേളിലേക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ കണ്ണിപ്പോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണെങ്കിൽ അവരുടെ കുറച്ചും കൂടി ഇങ്ങനെ കണ്ണിങ്ങനെ കുറച്ച് മേളിലേക്കായിരിക്കും ഉണ്ടാവുക. ആൽമണ്ട് ഷേപ്പ് ആയിരിക്കും, അപ്വേർഡ്സ് ആയിരിക്കും അത് കാണിക്കുക. പിന്നെ കുഞ്ഞി ചെവി ആയിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞി ചുണ്ടായിരിക്കും. നെക്ക് ഭയങ്കര ഷോർട്ട് ആയിരിക്കും. കയ്യും കാലൊക്കെ ഭയങ്കര ഷോർട്ടാണ്. മസിൽ ടോൺ അത്രയ്ക്ക് ഉണ്ടാവില്ല, ഭയങ്കര വീക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ നമുക്ക് കാണുമ്പോൾ ഫ്ലാറ്റൻ ഫേസ്, സ്മോൾ നോസ്, ആൽമണ്ട് ഷേപ്പ് ഐസ്, കുഞ്ഞി ഇയേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കലി നമുക്ക് കാണാനായിട്ട് പറ്റുക. പിന്നെ ഇവർക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പീച്ച്, പിന്നെ മോട്ടോർ സ്കില്ല്, പിന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻ. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കില്ലേ, അത് തന്നെ നമ്മൾ സൈക്കോളജിയിൽ വരുമ്പോഴേക്കും കോഗ്നിഷൻ, കോഗ്നിറ്റീവ് എന്നൊക്കെയാ പറയാം. അപ്പൊ നമ്മളുടെ ചിന്തയുടെ കാര്യങ്ങളിലൊക്കെ പതുക്കെ സ്ലോ ഡെവലപ്മെന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ IQ ഇവിടെ കുട്ടികൾക്ക് 35 to ഓക്കെ IQ എന്ന് പറയുന്നത് 35 to 70 ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് ഡെവലപ്മെന്റൽ ഡിലേസിലുള്ളത്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക്. പിന്നെ ഹിയറിംഗ് ആൻഡ് വിഷൻ പ്രോബ്ലംസ്. ഓക്കെ, ഹിയറിംഗും വിഷൻ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. തൈറോയിഡ് ഡിസോർഡേഴ്സ് കാണിക്കാറുണ്ട്. റെസ്പിറേറ്ററി ഇഷ്യൂസ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിഫക്ട്സ്, ഇതൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ഹയർ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ്, ഇവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. ഓക്കെ, അപ്പോ ഹാർട്ട് ഡിഫക്ട്സ് ഉണ്ടാവും, ഹിയറിംഗ് വിഷൻ പ്രോബ്ലംസ് ഉണ്ടാവും, തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവും, പിന്നെ ഇൻഫെക്ഷൻസും ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണ്. പിന്നെ കോഗ്നിറ്റീവ് ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി സംസാരിക്കാനൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സാധാരണ നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കും, ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കും, ഫിസിയോതെറാപ്പി ഒക്കെയാണ് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുക. ABA നമ്മൾ കൊടുക്കും മെയിൻ ആയിട്ട്. പക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് OT, ഓക്കെ, ഒക്യുപേഷണൽ തെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫ്രജൈൽ എക്സ് സിൻഡ്രോം. നേരത്തെ പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പൊ ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ജനറ്റിക് കണ്ടീഷൻ ആണ്. ലേണിംഗിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, സ്പീച്ച് ഡിലേസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബോയ്സിനെയാണ് ഇത് കൂടുതൽ എഫക്ട് ചെയ്യുക. ഇവർക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസൈറ്റി ഉണ്ടാവും, ഇവർക്ക് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, റെപ്പറ്റേറ്റീവ് ആയിട്ട് ആക്ഷൻസ് കാണിക്കുക, എന്തെങ്കിലും റുട്ടീനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ടി കാണിക്കുക. പിന്നെ ഇവർക്ക് കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഉണ്ടാവുക, കുറച്ചും കൂടി നീളത്തിൽ ലോങ് ആയിട്ടുള്ള ഫേസ് ആണ് ഉണ്ടാവുക, ലാർജർ ഇയേഴ്സ് ആണ്. പിന്നെ ആൻസൈറ്റി, ദേഷ്യം കൂടുതലായിരിക്കും, സെൽഫ് ഹാർമിംഗ് ബിഹേവിയേഴ്സും ഇവരിൽ കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഫ്രജൈൽ എക്സ് സിൻഡ്രോമില് സിംറ്റംസ് ആയിട്ട് അവര് കാണിക്കുക. സിംറ്റംസ് അല്ല, അതിൽ കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ എസ്പെഷ്യലി മാത്സ് അതുപോലെ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ആയിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് ആണ് ADHD. ADHD മിക്കവർക്കും അറിയാലോ. ADHD എന്താണെന്നുള്ളത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പോൾ ADHD എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അറ്റൻഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അല്ലെ, ഭയങ്കര എടുത്തുചാട്ടമായിരിക്കും. ചില കുട്ടികളിൽ ഇത് രണ്ടും ഉണ്ടാവും. ചിലർക്ക് അറ്റൻഷൻ മാത്രമേ കുറവുണ്ടാവുള്ളൂ, ചിലർക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇൻഅറ്റൻറ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ചിലർക്ക് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവർക്ക് എങ്ങനെയാ അവര് സിംറ്റംസ് കാണിക്കുക? ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് നിൽക്കുക, അടങ്ങിയൊരു സ്ഥലത്ത് ഇരിക്കില്ല, എപ്പോ നോക്കിയാലും ഇങ്ങനെ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ സോഫയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചാടുക, ബെഡിലൊക്കെ കയറിയിട്ട് ചാടുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? എന്റെ വീടിനടുത്തൊരു കുട്ടിയുണ്ട്. അപ്പൊ അവളുടെ കുറച്ച് ADHD ഉള്ളത്. അപ്പൊ അവൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടില് ഫിഷ് ടാങ്ക് ഉണ്ട്. അപ്പൊ ഇവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ബോറടിക്കുമ്പോ അവിടെ പോയിട്ട്
ഒരു കല്ലൊക്കെ എടുത്തിട്ട് ഫിഷ് ടാങ്കറിന് പൊട്ടിക്കുക, ഇതൊക്കെയാണ് ചെയ്യുക. അപ്പൊ ഇതുപോലെ എന്താ പറയാ, അടങ്ങിയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ ക്യൂയിലൊക്കെ വെയിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ തീരണ മുന്നേ ചാടി എഴുന്നേക്കും ഉത്തരം പറയാന്ന് പറഞ്ഞിട്ട്. ആ ക്വസ്റ്റ്യൻ തീർക്കാൻ പോലും അവര് സമ്മതിക്കാറില്ല. ഓക്കെ. പിന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കുക. നമ്മളിപ്പോ ഒരു കാര്യത്തിന് അവർ പണിഷ് ചെയ്തെന്ന് വിചാരിച്ചോ, അവർക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് അവർ മറന്നു വെച്ചിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ അവരത് കളഞ്ഞിട്ടായിരിക്കും വരിക. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും. ഇപ്പൊ നമ്മളൊരു ഇറേസർ കൊടുത്തുവിട്ടു, പെൻസിൽ കൊടുത്തുവിട്ടു, വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴേക്കും ഇതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇടയ്ക്കല്ല, റെഗുലർ ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇവർക്ക് പീസ്ഫുള്ളി കളിക്കുന്ന കളികളൊന്നും പറ്റില്ല. ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് കളിക്കുന്ന കളികളൊന്നും ഇവർക്ക് പറ്റില്ല. എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്ന് വേണം ഇവർക്ക് കളിക്കാൻ. ഓക്കെ. ഇത്രയും ക്ലിയർ ആണോ? തൊണ്ട കുറച്ച് ഡ്രൈ ആയി, അതുകൊണ്ടാണ് ഓക്കെ. ഇനി നെക്സ്റ്റ് SLD ആണ്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ. ഇല്ലേ, അതറിയില്ലേ? മെസ്സേജ് ഇട്ടെ. SLD അറിയില്ലേ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, അതൊക്കെ അറിയാമോ? ഓക്കെ. മിക്കവർക്കും അറിയാം അല്ലെ, SLD എന്താന്നുള്ളത് അറിയാം. അപ്പോ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനയിൽ ഉണ്ടാവുന്ന വൈകല്യങ്ങളാണ്, ഡിഫിക്കൽട്ടി ആണ്. ഇപ്പൊ സാവധാനം വായിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കോംപ്രഹെൻഡ് ചെയ്ത് അതിന്റെ ഒരു സമ്മറി പോലെ പറയാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ വിരൽ ഉപയോഗിച്ച് മാത്രമേ അവർ വായിക്കുള്ളൂ. വാക്കുകൾ വേറെ ആയിട്ട് വായിക്കുക, ചില വാക്കുകൾ വിട്ട് കളയുക, എക്സ്ട്രാ ആഡ് ചെയ്ത് വായിക്കുക. ഓക്കെ. കൂട്ടിച്ചേർത്ത് വായിക്കുക. ഓക്കെ. റീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫിക്കൽട്ടീസ് ആണ് എന്തിൽ വരിക? ഡിസ്ലെക്സിയയിൽ വരിക. പിന്നെ ഡിസ്ഗ്രാഫിയ എന്തിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ്? ഡിസ്ഗ്രാഫിയ എഴുത്ത്. അതെ. ഡിസ്ഗ്രാഫിയ എഴുത്തിലുള്ള ബുദ്ധിമുട്ടാണ്, വൈകല്യമാണ്. ലെറ്റേഴ്സ് തെറ്റിക്കുക, പെൻസിൽ ഹോൾഡ് ചെയ്യണത് കറക്റ്റ് ആയിരിക്കില്ല, അതൊക്കെയാണ് ഡിസ്ഗ്രാഫിയ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, എന്നാലും പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മളൊരു ബ്ലാങ്ക് പേപ്പർ ഒക്കെ കൊടുത്ത് അവരുടെ എഴുതാൻ പറഞ്ഞാൽ അവരെല്ലാം കൂടി ഇങ്ങനെ എഴുതി വെക്കും. ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തായിരിക്കും എഴുതുക. നമുക്ക് ഒരു ഫുൾ ഷീറ്റ് ബോണ്ട് പേപ്പർ എടുത്തെന്ന് വിചാരിച്ചോ, എന്നാലും ഏതെങ്കിലും ഒരറ്റത്ത് എല്ലാം കൂടി എഴുതി വെക്കും. കാരണം അവർക്ക് സ്പേഷ്യൽ അവയർനെസ് കുറവാ. ഇന്നത് ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇത്ര ഭംഗിക്ക് നമുക്ക് എഴുതാം, ഇത്രയും സ്ഥലം ഉണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. പിന്നെ അക്ഷരങ്ങൾ തിരിഞ്ഞു പോവുക, നമ്പേഴ്സ് തിരിഞ്ഞു പോവുക, എന്താ ചിലത് എഴുതുന്ന സമയത്ത് നോക്കി എഴുതിയാൽ പോലും അതിൽ തെറ്റുകൾ വരുത്തുക, അതൊക്കെ ഡിസ്ഗ്രാഫിയയുടെ സിംറ്റംസ് ആണ്. ഓക്കെ. പിന്നെ ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിലൊക്കെയുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെ, കണക്കിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ്. നമ്പേഴ്സ് മാറിപ്പോവുക, ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതിലൊക്കെ അവർക്ക് അതൊന്നും ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവില്ല. റൈറ്റ് ലെഫ്റ്റ് ഏതാണെന്ന് അറിയില്ല. പിന്നെ നമ്മള് മനക്കണക്കൊക്കെ കൊടുത്ത് അത് ചെയ്യാൻ പറ്റില്ല. ടൈം നോക്കാൻ അറിയില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സമയം അറിയില്ല. ഓക്കെ. ഇപ്പൊ അത് എക്സ്ട്രീം ആയിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ ഏതാണ്, രാത്രി ഏതാണെന്ന് ഇപ്പൊ പുറത്ത് ഇരുട്ട് കാണുമ്പോ മനസ്സിലാവും. പക്ഷെ എന്നാലും സമയം നോക്കിയിട്ട് സമയത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടിക്ക് അറിയില്ല. അതുപോലെ പൈസയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ആളെന്താ ചെയ്യാന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ വണ്ടി വരുന്ന സമയത്ത് വണ്ടി തൊട്ടടുത്ത് എത്തുമ്പോഴത്തേക്കും ആള് റോഡിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ വണ്ടി അടുത്താണ്, അപ്പൊ ഞാൻ ഇപ്പോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടി എന്നെ ഇടിക്കും എന്നുള്ള ആ ഒരു സ്പേഷ്യൽ അവയർനെസിന്റെ പ്രശ്നം തന്നെയാണ് ഇവിടെയും വരുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിസ്റ്റൻസും ആ സ്പീഡും തമ്മിൽ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ ഡിസ്കാൽക്കുലിയയുടെ ലക്ഷണങ്ങളാണ്. ക്ലോക്ക് നോക്കി പറയാൻ പറ്റില്ല. നമ്മൾ കുഞ്ഞി കണക്ക് കൊടുത്താൽ പോലും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പൊ സാധാരണ നമുക്ക് ഈ SLD എന്ന് പറയുമ്പോൾ നമ്മള് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ,
ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നും കൂടി പറയാറുണ്ട്. പക്ഷെ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി SLDയുടെ അണ്ടറിൽ വരുന്നതല്ല. ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികൾക്ക് SLD ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് വേറൊരു കണ്ടീഷനാണ്, ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ. ഓക്കെ, ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡറിൽ വരുന്നതാണ് ഡിസ്പ്രാക്സിയ. അപ്പോ ഇതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽസിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് മോട്ടോർ സ്കില്ലും അതുപോലെ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസിലൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പിന്നെ ബ്രെയിനിന്റെ പ്രോസസ്, മൂവ്മെന്റിനെ പറ്റിയുള്ള ബ്രെയിനിന്റെ പ്രോസസ്സിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ മസിൽസിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ മസിൽസിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം കുട്ടിക്ക് എന്ത് പറ്റുന്നില്ല, മര്യാദക്ക് ഒരു കാര്യം പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്താ സംഭവിക്കുക, എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഫോൾ ചെയ്യുക, ഫൈൻ മോട്ടോർ സ്കിൽസിലൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുക, ബാലൻസ് ചെയ്യാൻ സ്ട്രഗിൾ ആയിരിക്കും, നടക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വീഴുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എന്തെങ്കിലും പുതിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽസ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇപ്പൊ ഗ്രോസ് മോട്ടോർ സ്കിൽ, ഇപ്പൊ നമ്മളൊരു സൈക്കിൾ ഓടിക്കാനൊക്കെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികൾക്ക്. കാരണം അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ, മസിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ എഫക്റ്റീവ്ലി അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൽ വരുന്ന പ്രശ്നങ്ങളാണ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിൽ വരിക. അത് മെയിൻ ആയിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് റിസെപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡർ. റിസെപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഇപ്പോ ടീച്ചർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അത് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് പ്രോസസ് ആവുന്നില്ല, എന്താണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അത് വരുന്നതാണ് റിസെപ്റ്റീവ് ലാംഗ്വേജ് ഡിസോർഡർ. പിന്നെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കാര്യം കറക്റ്റ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവരുടെ ഐഡിയാസ് പുറത്തേക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ട് കുട്ടികൾക്ക് വരാറുണ്ട്. അതിന് മിക്സ്ഡ് റിസെപ്റ്റീവ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞാലും അവർക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാവില്ല, അതുപോലെ അവരുടെ ഫീലിങ്സും ഐഡിയാസും അവർക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, ലാംഗ്വേജ് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. ഇനി ലാസ്റ്റ് വൺ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ആണ്. സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവര് ഓവർ സെൻസിറ്റീവ് ആയിരിക്കും, ഇല്ലെങ്കിൽ അണ്ടർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ സിംറ്റംസ് പറയാം. പെട്ടെന്ന് ഇപ്പോ ലൗഡ് നോയ്സ് കേൾക്കാം, ബ്രൈറ്റ് ലൈറ്റ് കാണാം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചിലർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ചിലരെങ്ങനെയാ ഒട്ടും സെൻസിറ്റീവ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഇങ്ങനെ ആരെങ്കിലും ടച്ച് ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്യും. ഓക്കെ, പിന്നെ കൈയും കാലൊക്കെ ഭയങ്കര ഡേർട്ടി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും ഇവരതൊന്നും നോട്ടീസ് ചെയ്യില്ല. കാരണം ഈ സെൻസസ് ഉപയോഗിച്ചപ്പോ അവരുടെ സ്കിൻ, ഐസ്, ഇയേഴ്സ്, നോസ്, ചിലർ അതൊന്നും എന്തൊക്കെ വന്നാലും അവരതൊന്നും നോട്ടീസ് ചെയ്യാറില്ല. ചിലർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് വേദന വന്നാൽ പോലും അവരത് മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ ഡിഫിക്കൽട്ടി ഫോക്കസിംഗിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഓവർ സെൻസിറ്റീവ് ആവുമ്പോഴത്തേക്കും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും ഈ ഒച്ചകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കാണുമ്പോൾ, ആരെങ്കിലും ടച്ച് ചെയ്യുമ്പോഴൊക്കെ. ചിലവരെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നാൽ പോലും അവർക്ക് ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ഇതൊക്കെയാണ് ASDയും അതുപോലെ മറ്റ് ഡെവലപ്മെന്റൽ കണ്ടീഷൻസ്, സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഡെവലപ്മെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്തരം കുട്ടികൾക്കാണ് പൊതുവെ നമ്മൾ എന്ത് കൊടുക്കുക, ABA തെറാപ്പി കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ബോറടിച്ചാ? മാം, ഈ ODD ഉള്ള കുട്ടികൾക്കും കൊടുക്കില്ല ബിഹേവിയർ തെറാപ്പി? കൊടുക്കും. നമ്മളിപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ നമ്മൾ പറയുള്ളൂ. ABA എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്താലും അവർ പറയാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സും മറ്റ് ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്കാണ് കൊടുക്കുക. പക്ഷെ ശരിക്കും പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ODD. അത് നമ്മൾ ബിഹേവിയറിൽ വരുന്നതല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാ പിള്ളേർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് AB. ക്ലിയർ ആണോ?
ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത പോർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ പിക്ചർ വേണം. ഇപ്പൊ ചില പാരന്റ്സ് വന്നിട്ട് ഇന്നതാണ് എന്റെ കുട്ടിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് പോയി ഗൂഗിൾ ചെയ്ത് നോക്കാനോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ചില സിംറ്റംസ് ഒക്കെ പഠിച്ചൊക്കെ ചിലതൊക്കെ സിമിലർ ആണ് അല്ലെ. അപ്പൊ ആ സിമിലാരിറ്റി എന്താണ് ഈ ഡിസോർഡേഴ്സ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസും നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നിപ്പോ ഫുള്ള് ഏകദേശം നമ്മൾ ASDയും ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ട്. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ബിഹേവിയർ അല്ലെ, നമ്മൾ ABA തെറപ്പിയുടെ അതിലോട്ട് കടക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസോർഡേഴ്സ് ആണ് നോക്കിയത്. നാളെ കുറച്ചും കൂടി നമ്മൾ എന്ത് നോക്കും, ബിഹേവിയർ എന്താണ്, ഇതിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വർക്ക്ഷീറ്റ്സ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് കയ്യിൽ വെക്കുക. അതുപോലെ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്തിട്ട് പാരന്റ്സിന് കൊടുക്കാം. അപ്പൊ അവർക്ക് അതിൽ റെക്കോർഡ് ചെയ്യാലോ. അപ്പോൾ അതിന് വേണ്ട വർക്ക്ഷീറ്റ്സ് ഞാൻ അയച്ചു തരാം. അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണെന്നുള്ളതും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ പറയും. ABAക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ കൊടുക്കേണ്ട, ശരിക്കും പറഞ്ഞാൽ ഒരു എന്ത് തെറപ്പി നമ്മൾ ഇതിൽ വിജയിക്കണമെങ്കിലല്ലേ, നമ്മൾ പറഞ്ഞു കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. നമ്മളും കുട്ടീനെ പോലെ ആയിട്ട് വേണം നമ്മൾ ഈ തെറാപ്പി കൊടുക്കാം. നമ്മൾ ഭയങ്കര വലിയ ആളാണ്, പാരന്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര മൂത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളോട് അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ അവരേലും ചെറുതായിട്ട് നിന്നിട്ട് വേണം ഏത് തെറാപ്പിയും അവർക്ക് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഭയങ്കര പേഷ്യന്റ് ആയിട്ട് വേണം ഉണ്ടാവാൻ. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ASD ഒക്കെ ഉള്ള കുട്ടികളില്ലേ, അവര് പെട്ടെന്നായിരിക്കും ദേഷ്യം കാണിക്കുക. ഇപ്പൊ ഞാനൊരു കേസ് പറഞ്ഞുതരാം. അതിലൊരു കുട്ടിയുണ്ട്, ക്ലാസിക് ഓട്ടിസം ആണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ഇമ്പ്രൂവ് ആയിട്ടോ. ആദ്യം ഐ കോണ്ടാക്ടേ തരില്ലായിരുന്നു, ഇപ്പൊ നന്നായിട്ട് ഐ കോണ്ടാക്ട് തരും. അപ്പൊ അവൾക്ക് എങ്ങനെയാന്ന് വെച്ചാ പെട്ടെന്ന് ഇഷ്ടം വരും നമ്മളുടെ അടുത്ത്. പെട്ടെന്ന് ഇഷ്ടം വരുന്ന സമയത്ത് സാധാരണ ഇങ്ങനെയല്ലേ പിടിക്കുക എല്ലാവരും. ഇവളെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡില്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്തായിരിക്കും പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതുപോലെ അത് സ്നേഹം കൊണ്ട് കാണിക്കുക. നമ്മൾ പറഞ്ഞില്ലേ റിപ്പിറ്റേറ്റീവ് ആയിട്ട് ബിഹേവിയർ ഉണ്ടെന്ന്, ആ കുട്ടിക്ക് ഇതായിരുന്നു റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ. ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരെണ്ണമുണ്ട്. അതുപോലെ ഇവള് പുറത്തുള്ള ആളുകൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും നിന്നാ നമ്മൾ ബാക്കിൽ വന്ന് നമ്മളെ നടുവിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒറ്റ തള്ളുതുള്ളൂ. അപ്പൊ എന്ത് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പിന്റെ ഒക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ സൂക്ഷിച്ചാണ് നിൽക്കാനല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര ക്ഷമയോടെ അവരുടെ കൂടെ നിന്ന് വേണം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അത്രയും പേഷ്യന്റ് ആയിട്ട് കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യുക. എന്തായാലും കുട്ടികളോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്ത്. ഉറപ്പായിട്ടും അവരിലൊരു മാറ്റം കൊണ്ടുവരാനാണ് എല്ലാ ആളുകളും വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാം നല്ല രീതിയിൽ അവർക്കൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. മാം ഇതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സസ് എന്തെങ്കിലും ഉണ്ടോ ABA തെറാപ്പിന്റെ? ABA തെറാപ്പിയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് വരുന്നത് ABAT അബാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. ഇവിടെ എനിക്ക് എറണാകുളത്ത് മാത്രമേ അറിയുള്ളൂ. ഇവിടെ എറണാകുളത്ത് ഞാനത് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഞാൻ പേര് മറന്നുപോയി, പ്ലേസിന്റെ പേര് മറന്നുപോയി. അബാറ്റ് ടെക്നീഷ്യൻ കോഴ്സ് ആണ് ABAയുടെ. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 72 hours എന്തോ ഒരു ഇന്റേൺഷിപ്പും പിന്നെ അതുപോലെ എക്സാംസ് ഒക്കെ ഉണ്ട്. ആ എക്സാം നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ലൈസൻസും കൂടി കിട്ടുന്ന രീതിയിലുള്ള ഒരു എക്സാം ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. താങ്ക് യു മാം. ഞാനൊരു റെമഡിയൽ ടീച്ചർ, അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി ഹെൽപ്ഫുൾ ആവല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ നോട്ട്സ് ഗ്രൂപ്പിൽ അയക്കാം. ഞാൻ കുറച്ച് ചെയ്തിട്ടില്ല നോട്ട്സ്, കുറച്ച് ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അതും കൂടി ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് പേരെങ്കിലും നമ്മൾ നേരത്തെ വേറൊരു ദിവസമായിരുന്നു ഈ ക്ലാസ് വെച്ചിരുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ദിവസം ആക്കിയത്. അപ്പൊ ആ സമയത്ത് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ അറിയാം, ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് എന്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ക്ലാസ് മാറ്റുന്നതെന്നുള്ളത്. അപ്പൊ അതിന് താങ്ക് യു എവരിവൺ. നിങ്ങൾ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ വേറൊരു ദിവസം ഇന്ന് നമുക്ക് ക്ലാസ് നടത്താനായിട്ട് പറ്റിയത്. അപ്പൊ താങ്ക് യു ഓൾ. ഷാൽ വി വൈൻഡ് അപ്പ് ദ ക്ലാസ്? ഓക്കെ, അപ്പോ നമുക്ക് നാളെ കാണാം. നിങ്ങളുടെ ഇന്നത്തെ